ഹലോ. ഇന്നലെ മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം കഴിഞ്ഞപ്പോൾ മുതൽ മുഖ്യമന്ത്രിയും പരിവാരങ്ങളും കൊട്ടി ആഘോഷിക്കുന്ന ഒരു കാര്യമുണ്ട്. മറ്റൊന്നുമല്ല, സ്പ്രിംഗ്ലറുമായി ബന്ധപ്പെട്ട വിഷയം കോടതി പരിഗണിച്ചു. അതിൽ പ്രതിപക്ഷത്തിന് തിരിച്ചടിയേറ്റിരിക്കുകയാണ് എന്നാണ് അദ്ദേഹം ഉയർത്തിപ്പിടിച്ച വാദം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ പത്രസമ്മേളനം കഴിഞ്ഞപ്പോൾ തൊട്ട് എനിക്കൊരു സംശയം. ഈ മുഖ്യമന്ത്രി കൈരളി ചാനലിലെ വാർത്ത കണ്ടിട്ടാണോ ഇത് പറയുന്നത്, അതോ ഇനി കൈരളിക്ക് വേണ്ടി ന്യൂസ് എഴുതി കൊടുക്കുന്ന ആരെങ്കിലും പറഞ്ഞു പഠിപ്പിച്ച കാര്യങ്ങളാണോ? കാര്യം മറ്റൊന്നുമല്ല, പ്രതിപക്ഷം ഉന്നയിച്ച കാര്യങ്ങളുടെ പ്രസക്തി എന്താണെന്ന് കോടതിക്ക് മനസ്സിലാവുകയും അതുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇന്നലത്തെ ഇന്ററിം ഓർഡറിൽ കോടതി വ്യക്തമായി സർക്കാരിന് നിർദ്ദേശങ്ങളിലൂടെ നൽകിയിരിക്കുന്നത്. ഇനി അതിലേക്കൊക്കെ വരുന്നതിന് മുമ്പ് ആദ്യം തന്നെ ഒരു കാര്യം പറയട്ടെ. ഇന്ന് നമുക്ക് ആ ജഡ്ജ്മെന്റിന്റെ കോപ്പി കിട്ടിയിട്ടുണ്ട്. അതിനകത്ത് പ്രസക്തമായ ചില വിഷയങ്ങളിലേക്ക് ഭാഗങ്ങളിലേക്കൊക്കെ ഞാൻ വരാം. അതിനു മുമ്പ് എന്തായിരുന്നു കോടതിയിലെ സർക്കാരിന്റെ വാദം? ഈ റിട്ട് പെറ്റീഷൻസ് ഫയൽ ചെയ്തിരിക്കുന്നതെല്ലാം ഒരു മെറിറ്റും ഇല്ലാത്തതാണ്, എല്ലാം പൂർണ്ണമായിട്ട് തള്ളിക്കളയണം കോടതി എന്നാണ് സർക്കാർ അവിടെ വാദിച്ചത്. എന്താണ് കോടതി ചെയ്തത്? ആ റിട്ട് പെറ്റീഷൻ എല്ലാം ഫയൽ സ്വീകരിക്കുകയും അത് പഠിക്കുകയും വാദം കേൾക്കുകയും അതിനുശേഷം ഇന്ററിം ഓർഡർ ഇറക്കുകയും ചെയ്തു. എന്താണ് ഈ ഇന്ററിം ഓർഡർ? ഇതൊരു ഇടക്കാല ഉത്തരവാണ്, അതായത് പൂർണ്ണമായ ഒരു ജഡ്ജ്മെന്റ് അല്ല. അതുകൊണ്ട് തന്നെയാണ് ഈ ഇന്ററിം ഓർഡറിന് പ്രസക്തി ഏറുന്നത്. കാര്യം എന്താണെന്നല്ലേ, പ്രതിപക്ഷം ഉന്നയിച്ച രണ്ട് പ്രധാനപ്പെട്ട വിഷയങ്ങളുണ്ട്. ഒന്ന്, ഡേറ്റ സീക്രസി അഥവാ ഡാറ്റ പ്രൈവസിയുമായി ബന്ധപ്പെട്ട വിഷയവും രണ്ടാമത്തേത് അഴിമതിയുമായി ബന്ധപ്പെട്ട വിഷയവും. ഇതിൽ കോടതി തന്നെ കൃത്യമായി വ്യക്തമായി ആ വിധിന്യായത്തിൽ പറയുന്നുണ്ട്, ഇതുമായി ബന്ധപ്പെട്ട മറ്റ് അലിഗേഷൻസിലേക്ക് കോടതി തൽക്കാലം പോകില്ല എന്നല്ല അതിന്റെ അർത്ഥം. തൽക്കാലം ഇന്നലത്തെ ദിവസം ഒരു ഏർജൻസിയോടുകൂടി കേൾക്കേണ്ട വിഷയം അത് ഡേറ്റ പ്രൈവസിയുമായി ബന്ധപ്പെട്ട വിഷയമാണെന്ന് കോടതിക്ക് ഉത്തമ ബോധ്യമുള്ളതുകൊണ്ട് ആ ഡേറ്റ പ്രൈവസിയുമായി ബന്ധപ്പെട്ട വിഷയത്തിലേക്കുള്ള വാദത്തിലേക്കാണ് ഇന്നലെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി പോയത്. അതിൽ കൃത്യമായി ആ ജഡ്ജ്മെന്റിൽ കോടതി ഓർഡറിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്, ആ ഇന്ററിം ഓർഡറിൽ പറഞ്ഞിരിക്കുന്നത്, ആദ്യത്തെ കാര്യം ഡേറ്റ പ്രൈവസിയുമായി ബന്ധപ്പെട്ട് എന്ത് ചെയ്യാം, എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യാൻ പാടില്ല, എങ്ങനെ ചെയ്യണം, ഇത്തരം കാര്യങ്ങളെല്ലാം വളരെ കൃത്യമായിട്ട് സർക്കാരിന് കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒന്ന്, ആദ്യത്തേത് ഡേറ്റ അനോണിമിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് ആ പേഴ്സൺ ആരുടെ ഡേറ്റയാണോ സ്പ്രിംഗ്ലറിന് കൈമാറുന്നത് ആ വ്യക്തിയുടെ പേഴ്സണൽ ആയിട്ടുള്ള വിവരങ്ങളിലേക്ക്, ആ വ്യക്തിയുടെ പേരിലേക്കും വിലാസത്തിലേക്കും അത്തരം ഐഡന്റിറ്റി റിവീൽ ചെയ്യുന്ന ഒരു കാര്യങ്ങളിലേക്കും സർക്കാർ പോകാൻ പാടില്ല, അത്തരത്തിൽ ഡേറ്റ കൈമാറാൻ പാടില്ല എന്നുള്ള ആദ്യത്തെ നിർദ്ദേശം കോടതിയുടെ. രണ്ട്, ഇനി സെക്കൻഡറി ഡേറ്റ ജനറേഷൻ ഇതുമായി ബന്ധപ്പെട്ട് നടത്താൻ പാടില്ല. എന്താണ് ഈ സെക്കൻഡറി ഡേറ്റ ജനറേഷൻ? നമുക്കറിയാലോ, സ്പ്രിംഗ്ലർ പോലുള്ള കമ്പനികളുടെ പ്രധാന ജോലി എന്ന് പറയുന്നത് തന്നെ ഈ കിട്ടുന്ന ഡേറ്റയൊക്കെ കൂടെ എടുത്ത് സോർട്ട് ചെയ്ത് അത് ഇൻഷുറൻസ് കമ്പനികൾക്കോ അല്ലെങ്കിൽ മെഡിക്കൽ കമ്പനികൾക്കോ ഒക്കെ ഇത് വിൽപ്പന ചെയ്ത് പൈസ ഉണ്ടാക്കുകയാണ് ഇവരുടെ തൊഴിൽ. എന്തായാലും തൽക്കാലം സ്പ്രിംഗ്ലർ ആ പരിപാടി ചെയ്യേണ്ട, ഇതിൽ നിന്ന് ഒരു സെക്കൻഡറി ഡേറ്റ ക്രിയേഷൻ വേണ്ടെന്ന് ഹൈക്കോടതി കൃത്യമായിട്ട് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മൂന്ന്, ഇനി കരാറിന്റെ കാലാവധി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്നും കോടതി ഇന്നലെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഈ കരാറിന്റെ കാലാവധി കഴിയുന്ന മുറയ്ക്ക് കൃത്യമായി ഈ ഡേറ്റ അത് തിരിച്ച് സർക്കാരിന് കൈമാറണം. സ്പ്രിംഗ്ലറിന്റെ സെർവറിൽ ഈ നൽകിയ ഡേറ്റയുടെ ഒരു പൊടി പോലും അവശേഷിക്കാൻ പാടില്ല എന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞു. അടുത്തത്, ഇനി ഇൻഫോംഡ് കൺസെന്റ് വേണമെന്നും പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഈ ഇൻഫോംഡ് കൺസെന്റ്? എന്റെ പേര് വിവരങ്ങൾ, എന്റെ ഹെൽത്ത് ഡേറ്റയാണ് ഈ സ്പ്രിംഗ്ലറിന് സർക്കാർ കൈമാറുന്നതെങ്കിൽ അത് എന്റെ അറിവോടും എന്റെ അനുവാദത്തോടു കൂടി മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്ന് ഇൻഫോംഡ് കൺസെന്റ് വേണമെന്നും പറഞ്ഞിട്ടുണ്ട്. ഇത്രയും നാള് നമ്മുടെ സർക്കാർ ചെയ്തിരുന്ന എന്താ, കുറെ ഡേറ്റ അങ്ങോട്ട് കളക്ട് ചെയ്യും, അത് സ്പ്രിംഗ്ലറിന് തോന്നിയതുപോലെ കൈമാറിക്കൊണ്ടിരുന്നു. എന്തായാലും ഇനി ആ പരിപാടി വേണ്ട സർക്കാരെ എന്നാണ് ഹൈക്കോടതി പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഇതാണ് ഈ ഇന്ററിം ഓർഡറിൽ പ്രസക്തമായ 4 നിർദ്ദേശങ്ങൾ ഹൈക്കോടതി നൽകിയിട്ടുള്ളത്. എന്നിട്ട് ഈ പിണറായി വിജയനും കൂട്ടുകാരും എന്താണ് ഈ നാട്ടുകാരെ പറഞ്ഞു ബോധിപ്പിക്കുന്നത്? പ്രതിപക്ഷത്തിന് ഇക്കാലത്ത് തിരിച്ചടിയാണ്. അതായത് പണ്ട് ഞങ്ങൾ ചെയ്തിരുന്ന തോന്നിവാസമെല്ലാം അതുപോലെ ഹൈക്കോടതി ഞങ്ങൾക്ക് അങ്ങ് സമ്മതിച്ചു തന്നിരിക്കുകയാണെന്നാണ് ഇവരെ പറഞ്ഞു തെളിയിക്കാൻ ശ്രമിക്കുന്നത്. അതവിടെ നിൽക്കട്ടെ. ഇനി ഇതിൽ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വിഷയം, അതായത് ഇന്നലെ നടന്ന വാദത്തിൽ ഡേറ്റയെക്കാളും വലുത് ജീവനാണ് എന്ന് ബഹുമാനപ്പെട്ട അഡീഷണൽ അഡ്വക്കേറ്റ് ജനറൽ വാദിക്കുകയുണ്ടായി. എന്താണ് ഡേറ്റയുമായി ബന്ധപ്പെട്ട കോടതിയുടെ നിരീക്ഷണം? ഡേറ്റയും ജീവനെ പോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് ഡേറ്റയും എന്ന് കോടതി പറഞ്ഞു. കോടതി അവിടെ ഒരു ഒബ്സർവേഷനും കൂടെ നടത്തിയിട്ടുണ്ട്. ഈ കോവിഡ് കാലം കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്തൊരു വലിയ ഡേറ്റ എപ്പിഡമിക് ഈ നാട്ടിൽ ഉണ്ടായേക്കാം എന്ന് കോടതി മുൻകൂട്ടി കാണുകയാണ് ഇന്നലെ ഉണ്ടായത്. ആ മുൻകൂട്ടി കണ്ടതിന്റെ ഫലമായിട്ടാണ്
ഈ 4 നിർദ്ദേശങ്ങൾ, അതായത് നിങ്ങൾ തോന്നിയ പോലെ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യേണ്ട, പേരും മേൽവിലാസവും ഡീറ്റെയിൽസും നിങ്ങൾ കൊടുക്കണ്ട, ആ കൊടുക്കുന്നതിനകത്ത് ഇൻഫോംഡ് കൺസെന്റോടുകൂടി കൊടുത്താൽ മതി. ഇങ്ങനെ 4 നിർദ്ദേശങ്ങൾ കോടതി മുന്നോട്ട് വെച്ചത്. ഇനി അടുത്തത്, ഇനി പ്രധാനപ്പെട്ട അടുത്ത വിഷയം ഈ അഴിമതിയുമായി ബന്ധപ്പെട്ട കാര്യമാണല്ലോ. ഇനി അടുത്ത കേസ് പോസ്റ്റ് ചെയ്തിരിക്കുന്ന ദിവസം കോടതി എടുക്കാൻ പോകുന്ന വിഷയവും ഇത് തന്നെയാണ്. മറ്റൊന്നുമല്ല, എന്തുകൊണ്ട് സ്പ്രിംഗ്ലർ മാത്രം മറ്റൊരു കമ്പനിയും ഈ ഡേറ്റ കളക്ഷനുമായി ബന്ധപ്പെട്ട കാര്യവുമായിട്ട് സർക്കാരിനെ സമീപിച്ചില്ലേ? ഇത്തരം ചോദ്യങ്ങളിലേക്കൊക്കെ അതിലും പ്രസക്തമായ മറ്റൊരു വിഷയമുണ്ട് കേട്ടോ. IT സെക്രട്ടറി ആരുടെ ഉത്തരവിന്മേലാണ് ഇത്തരത്തിലൊരു ഒപ്പിടാൻ പോയത് എന്നും ഒക്കെ ഇത്തരം വിഷയങ്ങളിലേക്ക് കോടതി വരാനിരിക്കുന്നതേ ഉള്ളൂ. ഇനി ഈ വിധി ന്യായത്തിലെ പാരഗ്രാഫ് നമ്പർ 20 എന്താണ് കോടതി പറഞ്ഞേക്കുന്നത്? At the outset, we must say that we are not willing at this stage to speak affirmatively on various allegations made by the petitioners, since we are of the view that it will require a comprehensive assessment of all factors for which the respondents certainly must obtain necessary opportunity to complete their pleadings. സർക്കാരിന് തൽക്കാലം ഞങ്ങൾ അഴിമതിയൊന്നും ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം ബോധ്യപ്പെടുത്താൻ തയ്യാറെടുക്കാനായിട്ടുള്ള അല്പസമയം കോടതി അനുവദിച്ച് നൽകിയിരിക്കുകയാണ്. ഇനി വേറൊരു കാര്യം കൂടിയുണ്ട്. Paragraph number 21. Further, since as we have already noticed above, the government of Kerala adopts an unequivocal position that they cannot continue the fight against COVID-19 without the assistance of the software provided by Sprinkler, we do not think it will be prudent on our part, when our country and the whole world is fighting the pandemic, to issue any orders that would create a perception of impeding such effort. എന്താണ് ഈ 21st പാരഗ്രാഫിൽ പറഞ്ഞിരിക്കുന്നതെന്നോ? കോടതിയിൽ സർക്കാർ തന്നെ പറഞ്ഞിരിക്കുന്ന കാര്യം, സ്പ്രിംഗ്ലർ കമ്പനി ഇല്ലാതെ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുകയില്ല. എന്തായാലും ഈ സ്പ്രിംഗ്ലറുമായിട്ടുള്ള ഈ കൂട്ടുകെട്ടാണ് ഈ കോവിഡിനെ ഇങ്ങനെ പിടിച്ചു നിർത്താൻ ഞങ്ങളെ സഹായിച്ചിരിക്കുന്നത്. ഇനിയിപ്പം ഇദ്ദേഹത്തെ സ്പ്രിംഗ്ലറിന് പിരിഞ്ഞു പോയിട്ട് ഞങ്ങൾക്ക് മുന്നോട്ട് ഒരു ദിവസം ചിന്തിക്കാൻ പറ്റില്ല എന്നാണ് സർക്കാർ കോടതി പറഞ്ഞേക്കുന്നത്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊന്നുമില്ല, പ്രായപൂർത്തിയായ ഒരു പെണ്ണും ചെക്കനും കൂടി അങ്ങ് കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അതൊരു വിഷയമായി കോടതിയുടെ മുമ്പിൽ ചെന്ന് നിൽക്കുമ്പോൾ ഇനി ആ ജീവിതം ഞങ്ങൾക്കായിട്ട് തകർക്കാൻ പറ്റുമോ എന്ന് കോടതി അത്ഭുതപ്പെടുന്ന ഒരു സ്റ്റാൻഡ് ഉണ്ടല്ലോ. സത്യത്തിൽ ഇതാണ് ഇവിടെയും സംഭവിച്ചിരിക്കുന്നത്. സ്പ്രിംഗ്ലറുമായിട്ട് പിരിഞ്ഞ് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നാണ് നമ്മുടെ സർക്കാർ കോടതിയെ ബോധിപ്പിച്ചിരിക്കുന്നത്.